സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INTNT എന്ന് പറയുന്ന പേപ്പറിൽ യൂണിറ്റ് 4 ആണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിസിൻ, പ്രിവെൻറ്റീവ് മെഡിസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിപ്പോൾ നമ്മളുടെ ഒരു ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിവെൻഷൻസ് നമുക്ക് എടുക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പാണ്. അതായത് പ്രിവെൻറ്റീവ് മെഡിസിനിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രാക്ടീസുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം, എന്തിനു വേണ്ടിയിട്ട് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്സിനെ നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ ആണ്. അതിൽ തന്നെ നമുക്ക് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രൈമറി പ്രിവെൻഷനിൽ പറയുന്നത് ഇന്റർവെൻഷൻസ് എയിംഡ് അറ്റ് പ്രിവെന്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. അതായത് ഈ ഒരു അസുഖം വരാനായിട്ട് എന്താണ് അതിന്റെ ഡെവലപ്മെന്റ്, അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രിവെൻഷനിൽ, പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡറിയിൽ പറയുന്നത് എന്താണ്, ആക്ടിവിറ്റീസ് ഫോക്കസ്ഡ് ഓൺ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. അതായത് ഏർലി ഡിറ്റക്ഷൻ ചെയ്താൽ അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് നമുക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് മാക്സിമം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു സെക്കൻഡറി പ്രിവെൻഷനിൽ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ടെർഷറി പ്രിവെൻഷൻ ആണ്. അത് നമുക്ക് നമ്മളുടെ എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഒരു ഡിസീസ് മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതിനെ നമുക്ക് മാക്സിമം പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. കോംപ്ലിക്കേഷൻസിനെയും അതുപോലെ തന്നെ അതുമായി ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ, അതുപോലെ തന്നെ മാനേജ്മെന്റ്, അതിന്റെ പ്രോഗ്രാമുകൾ, അതൊക്കെ നമുക്ക് നോക്കി അതിനനുസരിച്ച് ആ ഒരു പ്രിവെൻഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് എപ്പിഡമിയോളജിയാണ്. അതായത് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു അസുഖം എന്നുള്ളത്, അതിന്റെ പാറ്റേൺ എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ പറയുന്നത് എങ്ങനെയൊക്കെ നമുക്കത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം പോപ്പുലേഷനെ, ഇതൊക്കെയാണ് എപ്പിഡമിയോളജി എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഡിറ്റർമിനൻസിനെ കുറിച്ചാണ്. പ്രിവെന്റീവ് മെഡിസിൻസ് മെയിനായിട്ട് പറയുന്നത് പബ്ലിക് ഹെൽത്തിനെ, അതായത് പബ്ലിക് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളാണോ അതും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ അതല്ലെങ്കിൽ വൈറസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണോ, അത് നമ്മളുടെ പബ്ലിക് ഹെൽത്തിനെ എത്രത്തോളം അത് ബാധിക്കും, അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റ്സിൽ അത് എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കി അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഡിറ്റർമിനൻസ് വഴി നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റർവെൻഷൻസ് ആണ്. എന്തൊക്കെയായിരിക്കാം നമുക്ക് സ്ട്രാറ്റജീസ് നോർമലി നമുക്ക് ചെയ്യുന്നത്, അതിൽ പറയുന്നതാണ് ഈ പബ്ലിക് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ, അതുപോലെ തന്നെ പോളിസികൾ, അതുപോലെ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്, എന്താണ് ഡിസീസ്, അതിന്റെ സ്പ്രെഡിങ് ആവാനായിട്ടുള്ള കാരണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം, എങ്ങനെയൊക്കെയാണ് പ്രിവെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളിൽ നമുക്ക് കൗൺസിലിംഗ് പേഴ്സണലൈസ് ചെയ്ത്, അതായത് ഒരു പേഷ്യന്റിനെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ നമ്മളുമായി കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്താണ്, അതിന്റെ അവസ്ഥ കാരണം കൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഉണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ കൗൺസിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ചാലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻ. അതായത് ഈ ഒരു പ്രിവെന്റീവ് മെഡിസിന്റെ മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകൾ, അതിനെയൊക്കെ നമുക്ക് നമ്മളുടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് വരികയാണെങ്കിൽ അതാണ് ഈ ഒരു ചാലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ ഹെൽത്തിന്റെ ഓരോ ഡയമെൻഷൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു ഹെൽത്ത്, ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ഇതിന്റെ ഹെൽത്ത് വരുന്നത്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത്,
പിന്നെ പറയുന്നത് മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഇങ്ങനെ 3 ഡയമെൻഷൻസ് ആയിട്ടാണ് ഹെൽത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ അനാട്ടമി, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സിസ്റ്റംസ്, അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, അങ്ങനെ നമ്മളുടെ വർക്കിംഗ് ഫിസിയോളജി, ഹ്യൂമൻ ബോഡിയുടെ ഫിസിയോളജി അതനുസരിച്ച് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളുടെ ന്യൂട്രീഷൻ വരും, എക്സസൈസ് വരും, ജെനറ്റൈറ്റിസ് വരും, പിന്നെന്താണ് ഇഞ്ചുറിയുടെ ആബ്സെൻസ്, അതായത് ഡിസീസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഇഞ്ചുറി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഫിസിക്കൽ ഹെൽത്തിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മെൻ്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് എന്തൊക്കെയായിരിക്കാം, നമ്മൾ ഒരു ഇമോഷണലി, പിന്നെ പറയുന്നതാണ് സൈക്കോളജിക്കലി ഒക്കെ നമ്മൾ വെൽബീയിങ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് മെൻ്റൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ആണ് സോഷ്യൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൊസൈറ്റിയിൽ ഒരാൾ എത്രത്തോളം, ഒരു പേഴ്സൺ എത്രത്തോളം എന്താണ് ലൈഫ്, കമ്മ്യൂണിറ്റി ലൈഫിൽ എങ്ങനെയാണ് ആളുടെ പാർട്ടിസിപ്പേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ എങ്ങനെയാണ്, കൾച്ചറലായിട്ടുള്ള ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ സോഷ്യൽ ഹെൽത്ത് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ഹെൽത്ത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഒരു ആളുടെ ഹെൽത്തിനെ? ഫസ്റ്റ് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ നമുക്ക് എന്തായിരിക്കാം, ജെനറ്റിക്സ്, ഏജ്, സെക്സ്, പിന്നെ പറയുന്നതാണ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. പിന്നെ പറയുന്നതാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ബിഹേവിയറൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഒരു ഹ്യൂമൻ എന്താണ് ആളുടെ ഹെൽത്തിൽ ഡയറ്റ്, എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മെഡിക്കൽ അഡ്വൈസ്, നമ്മളുടെ ഹെൽത്തിനെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള മെഡിക്കൽ ഹെൽത്ത് കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ബിഹേവിയറൽ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ആ ഒരു ഹ്യൂമൻ ഉള്ളതെന്നുള്ളതും, അതുപോലെ തന്നെ എക്കണോമിക്കലി, അതായത് ആളിൽ എത്രത്തോളം എന്താണ് ഔട്ട്കംസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആളൊക്കെ ആണോ, ഇതുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഒരാളുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് അതിൻ്റെ ഒരു ഹെൽത്ത് നിലനിർത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. തീർച്ചയായും ഒരു ഹ്യൂമണിന് ഈ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിലും കൂടി ചുറ്റിനുമുള്ള ഒരു ഹെൽത്തിന് വേണ്ടി ഹൈജീനും കാര്യങ്ങളൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി, ഹൗസിങ് കാര്യങ്ങൾ, ഗ്രീൻ സ്പേസുകൾ, ഇതൊക്കെ നോക്കി ആളുടെ എൻവയോൺമെൻറ്റിൽ ഉള്ള ഒരു ഏരിയാസിലും ഈ പറയുന്ന ഹെൽത്ത് വെൽബീയിങ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്.